വലിയ വിവാദങ്ങൾ ഇവിടെ കൊടുമ്പിരിക്കൊള്ളുന്നു. മാഫിയ ഇടപാടുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, ഇ ഡി അന്വേഷണം വരുമോ? ഇതൊക്കെ ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. ഉമാ തോമസ് ഇപ്പോഴും ജീവന് വേണ്ടി പോരാടുന്നു ഹോസ്പിറ്റലിൽ. ഇതിനൊക്കെ ഇടയിൽ പോലീസുകാരെയും നാട്ടുകാരെയും നർത്തകരെയും ടീച്ചർമാരെയും കാണികളെയും ഒക്കെ വലിപ്പിച്ചുകൊണ്ട് ദിവ്യ ഉണ്ണി മുങ്ങി അമേരിക്കയിലേക്ക്. നമ്മളൊക്കെ ആരായി? ശശിമാരായി. യഥാർത്ഥത്തിൽ ജനങ്ങൾ എപ്പോഴും മന്ദബുദ്ധികളാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന ചില സമയമാണിത്. കാരണം ഇത്രയും വലിയ ഒരു ഈ പറയുന്ന പരിപാടിക്ക് വേണ്ടി പന്തലൊരുക്കിയത് മുതൽ സ്റ്റേജ് ഒരുക്കിയത് മുതലുള്ള തട്ടിപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നു, അതിൽ അശ്രദ്ധ ഒരു ഭാഗത്തുണ്ട്. ഒരു നാടിനെ സേവിക്കേണ്ട ഒരു MLA ഇവരുടെ അശ്രദ്ധ മൂലം ഇവരുടെ തട്ടിപ്പിൻ്റെ ഒരു ആ പൈസയ്ക്ക് ഒരു ബലമുള്ള ഒരു സ്റ്റേജ് കെട്ടിയിരുന്നെങ്കിൽ ആ പാവം അവിടെ വീണ് ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കില്ലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. മറുഭാഗത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പേരിൽ പോലും തട്ടിപ്പ്. അതായത് ഗിന്നസ് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യം നടക്കുന്നു എന്നറിയാം, അത് ആര് ക്ഷണിച്ചാലും ഞങ്ങൾ പോവും, അല്ലാതെ ഞങ്ങളുടെ ലോഗോ പോലും ഉപയോഗിക്കാൻ അനുമതിയില്ല, വ്യക്തിപരമായി ഒരു കുട്ടികൾക്കും ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നുള്ളതാണ്. ഇതിനൊക്കെ ചരട് വലിച്ചിട്ടുള്ള മുഖമായി നിന്നിട്ടുള്ള ദിവ്യ ഉണ്ണി സിമ്പിളായി ഇടത്തേക്ക് മുങ്ങിയിരിക്കുന്നു, അമേരിക്കയിലേക്ക് മുങ്ങി സുരക്ഷിതയായിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ദിവ്യ ഉണ്ണിയെയും ലിജോയ് വർഗീസിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും, അവരിലേക്കുള്ള അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചു വരികയാണ്, അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന ഗൗരവകരമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യം, അതായത് ഈ വിഷയത്തെപ്പറ്റി ഒന്ന് ജസ്റ്റ് പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇവരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തണം, ഒരു പക്ഷേ മൊഴി എടുക്കണം, അതിനുശേഷം എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള സ്ഥിതി നിൽക്കുമ്പോഴാണ് ഇതിലെ ദിവ്യ ഉണ്ണിയെ സുരക്ഷിതമായി അമേരിക്കയിലേക്ക് എത്തിച്ചത്. ഇതിൻ്റെ പുറകിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അറിയാതെ ഒരിക്കലും ഈ ദിവ്യ ഉണ്ണിക്ക് പുറത്തോട്ട് പോകാനാവില്ലല്ലോ. പോലീസുകാരുടെ മുന്നിൽ കൂടെ തന്നെയല്ലേ ഇവർ പോകുന്നത്? കൃത്യമായിട്ടാണ്. ഏതെങ്കിലും ഒരു അമേരിക്കയിൽ നിന്ന് അവർ താൽക്കാലികമായി ഇവിടത്തേക്ക് വന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവർ അമേരിക്കയിലേക്ക് പോകുന്നതിനെ തടഞ്ഞുകൊണ്ട് പോലീസ് ഒരു നോട്ടീസ് ഇറക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ വിമാനത്താവളങ്ങളിൽ, എയർപോർട്ടുകളിൽ, മറ്റ് സ്ഥലങ്ങളിലൊന്നും ഒരു നിർദ്ദേശവും ഇവർ കൊടുത്തിരുന്നില്ല, ഒരു മുന്നറിയിപ്പും ഇവർ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയി എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ദിവ്യ ഉണ്ണിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു, അത് തന്നെയാണ് പറയേണ്ടത്. രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ പുറകിൽ വലിയ മാഫിയ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സിമ്പിളായിക്കൊണ്ട് ഇവർക്ക് അമേരിക്കയിലേക്ക് കടന്നു പോകാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ ചോദിച്ചു. ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള എല്ലാ തെളിവുകളും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ ലിജോയ് വർഗീസ് എന്ന് പറയുന്ന ആളെ ഇന്നും ചോദ്യം ചെയ്തിട്ടില്ല. ഈ പറയുന്ന ആൾ, അതായത് ഇതിൻ്റെ ഇവന്റ് മാനേജ്മെൻ്റായിട്ടുള്ള കൃഷ്ണകുമാർ, ഒപ്പം നിഘോഷ് കുമാർ, ഇവരെല്ലാം ഇന്ന് കീഴടങ്ങണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കോടതി നിർബന്ധമായും കീഴടങ്ങണം എന്നാണ് പറഞ്ഞത്. അതായത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ എത്രമാത്രം ഗുരുതരമായ കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത്. കേവലം ഇവർ സ്റ്റേജ് കെട്ടി അഴിമതി നടത്തിയത് മാത്രമല്ല, തട്ടിപ്പ് നടത്തിയത് മാത്രമല്ല, ഈ പറയുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിച്ചത് മാത്രമല്ല, ഗിന്നസിന്റെ പേരിലും ഇവർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. തട്ടിപ്പിന്റെ ഘോഷയാത്രയാണ് ഇതിലുള്ളത്. മന്ത്രി സജി ചെറിയാന്റെ ഗൺമാൻ ഈ സ്റ്റേജിന് ബലക്കുറവുണ്ട്, അങ്ങ് കയറരുത് എന്ന് പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ സജി ചെറിയാൻ അവിടെ കയറി ഇരിക്കുകയാണ് ഉണ്ടായത്. അല്ല, അപ്പൊ സജി ചെറിയാൻ ചോദിച്ചുകൂടായിരുന്നോ ഇതിന് ബലക്ഷയക്കുറവുണ്ടെങ്കിൽ അവിടുത്തെ സംഘാടകരെ വിളിച്ച്? ഒരു സാംസ്കാരിക മന്ത്രിയല്ലേ, അതിൽ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് അതിന്റെ വിവരങ്ങൾ തേടേണ്ട ഒരു മന്ത്രി ഞാനാണ് വലുതെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കാൻ. അപ്പൊ ഇദ്ദേഹം കൂടി അപകടത്തിൽ ഇദ്ദേഹത്തിന് കൂടി പ്രതി ചേർക്കണ്ടേ? അതെ, ഇത് അറിഞ്ഞിട്ടും ഉണ്ടാതിരുന്നു എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്. അവിടെ എത്രയോ അധികം ആളുകളുണ്ടായിരുന്നു, ഇത് അറിഞ്ഞിട്ടും അദ്ദേഹം ഉണ്ടാൻ തയ്യാറായില്ല. ഈ നേരത്തെ തന്നെ നിഘോഷ് കുമാറൊക്കെ പറയുന്നുണ്ട്, അതായത് കലക്ടറും കമ്മീഷണറും അടക്കം ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ ആളുകളാണ്, നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. പാലാരിവട്ടം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയതെന്ന് ഏകദേശം മനസ്സിലായില്ലേ? അതാണ് ഇതിലെ അവസ്ഥ. എന്നിട്ടും ന്യായീകരണ അടിമകൾ വന്ന് പുതിയ ക്യാപ്സ്യൂളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായി. ഇപ്പോൾ ഫാക്ടറികളിൽ ക്യാപ്സ്യൂളുകൾ നിർമ്മിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്ന് പാക്കാക്കുന്ന പണിയായിരിക്കും ഇപ്പോൾ അടിമകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിലേക്ക്, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാരണയാണ് ഇവിടെ ഗവൺമെൻറ് ഉള്ളത്. ഇവിടെ ഉമാ തോമസിന് അപകടം സംഭവിച്ചപ്പോൾ പിണറായി രാജിവെക്കണോ എന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പം കൃത്യമായി പറയേണ്ടി വരും, പിണറായി രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. ആഭ്യന്തര വകുപ്പ് എന്ന വകുപ്പ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. കാരണം ദിവ്യ ഉണ്ണിക്ക് എന്താണ് പ്രത്യേകത? ദിവ്യ ഉണ്ണി ആരാണ്? മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇന്ത്യ വിടുക എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസിന്റെ കഴിവുകേടല്ലേ? എന്താണ് ഇവിടെ ദിവ്യ ഉണ്ണിനെ ചോദ്യം ചെയ്യാൻ അമേരിക്കയിൽ നിന്ന് ഇവർ കൊണ്ടുവരും? അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അവര് ചോദ്യം ചെയ്യാനായിട്ട്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ദിവ്യ ഉണ്ണി അമേരിക്കൻ പൗരത്വമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവിടുത്തെ പൗരത്വമുള്ള ഒരാളെ ഇവിടത്തേക്ക് വിളിച്ചവർ ചോദ്യം ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട്. കൃത്യമായി നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ നിന്ന് പറഞ്ഞത്. കൃത്യമാണ്, ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. അല്ലെങ്കിൽ അവരവരുടെ ഭാഗം പറയാനെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകുമായിരുന്നില്ല. എന്തായാലും ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും ഒക്കെ കൃത്യമായ ഒത്താശയോട് കൂടിയാണ് അവർ പോയത്. ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പോകാൻ കഴിയും? നമ്മളെ കേരള പോലീസ് എന്താ മണ്ടന്മാരാണോ? ഒന്നുമല്ല, അവർ നിസ്സഹായരായി നോക്കി നിന്നു. കയ്യും കാലും കണ്ണും മൂടിക്കെട്ടി അവരെ കൊണ്ടൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ സംരക്ഷിച്ചിരിക്കുന്നു. സർക്കാർ ആർക്കൊപ്പമാണ്? ഇരയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാർക്കൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട നിലപാടാണ് ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനും ന്യായീകരണവുമായി മന്ത്രിമാർ ഇനി വരികയുണ്ടാകും. അവർ ഒരു കലാകാരിയാണ്, അതുകൊണ്ടാണ് പോയത്. ആർക്കും ഇപ്പോൾ ദിലീപ് ശബരിമലയിൽ പോയപ്പോൾ ഉറഞ്ഞു തുള്ളിയ കുറേ സിംഹങ്ങളുണ്ടായിരുന്നു ഇവിടെ. ആ സിംഹങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഈ ദിവ്യ ഉണ്ണിയുടെ കാര്യം കാണുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊന്നും ആരും കാണില്ല എന്നുള്ളിടത്തുമാണ് ഈ പറയുന്ന നീതി രണ്ട് തട്ടിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാകുന്നത്. ഇവർക്ക് ഒരു പറ്റം ആളുകളെ തട്ടിച്ച കണ്ണീരിൻ്റെ പൈസയാണ്. ആ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് ഒരുപാട് കുട്ടികൾ ഇനി കേസിലൊന്നും പോയി പെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഈ കേസിൻ്റെ പുറത്ത് പോവേണ്ടി വരും എന്നുള്ള ആലോചിച്ചിട്ടാണ് ഈ കുട്ടികളൊക്കെ മിണ്ടാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും രംഗത്ത് വന്നേനെ. ധൈര്യമുള്ള 1, 2, 3 പേരാണ് രംഗത്ത് വന്നത്. അരുൺദേവിനെ പോലെ പ്രതികരിക്കാൻ അറിയുന്ന 2-3 ആളുകൾ രംഗത്ത് വന്നു. അല്ലാത്ത ആളുകൾക്കൊക്കെ കേസ്, കോടതി എന്നൊക്കെ പറഞ്ഞാൽ അവർ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഓരോ ദിവസവും ഇവരുടെ തട്ടിപ്പുകൾ പുറത്തു വരാത്തത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുകയാണ് 390 രൂപയുടെ സാരിക്ക് 1600 രൂപ മേടിച്ചത് ആരാണ്? ഈ പറയുന്ന ഡാൻസ് ടീച്ചേഴ്സാണ് എന്ന് പറയുക. ഈ ഡാൻസ് ടീച്ചേഴ്സിൻ്റെ എല്ലാം കണക്കെടുത്ത് അവരോടൊക്കെ നിങ്ങളാണോ ഈ സാരി പൈസ വാങ്ങിയെന്ന് ചോദിച്ചു വരുമ്പോഴത്തേക്ക് വർഷം 2 എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, സിമ്പിളായിട്ട് പറയാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടില്ല എങ്കിൽ, ഏതെങ്കിലും ടീച്ചർമാർ ഈ വാർത്ത കാണുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ വന്നത് പ്രതികരിക്കണം. നിങ്ങൾ പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ വ്യക്തത വരുത്തേണ്ടത് നിങ്ങളുടെ കൂടി ബാധ്യതയാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. കാരണം നിങ്ങളെയും കൂടെ പ്രതിക്കൂട്ടിലാണിപ്പോ ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന സംഘടന നിർത്തിയിരിക്കുന്നത് നിങ്ങളെ കൂടിയാണ്. അപ്പോൾ ഓരോ ഡാൻസ് ടീച്ചർമാരും നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ, മുഖം കാണിക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും നിങ്ങളത് അറിയിക്കേണ്ടവരെ കൃത്യമായി അറിയിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ചീത്തപ്പേരാണിത്. കാരണം നിങ്ങൾ കൂടി ഈ പറ്റിപ്പിൽ പങ്കാളികളാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് മറക്കാതിരിക്കുക. അതായത് ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളല്ലേ തന്നെയാ, ഇവർ പഠിപ്പിക്കുന്ന ചെറിയ പിഞ്ചു മക്കളാണ്. അവരോട് 390 രൂപയുടെ സാരിക്ക് 1600 മേടിച്ചിട്ട് 390, 400 രൂപ മാത്രം അടച്ച് ബാക്കിയുള്ള പൈസ ഇവരെടുക്കുന്നു. 1500, എനിക്ക് തോന്നുന്നു 1000 രൂപ, 1200 രൂപയുടെ അടുത്ത് ടീച്ചർമാർ തട്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യമില്ല എങ്കിൽ അവർ തന്നെ വന്ന് മറുപടി പറയണം. എന്തായാലും ഇത് ഉമാ തോമസ് MLA വീണ സമയത്തുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവരെയൊക്കെ രക്ഷപ്പെടാൻ അനുവദിക്കും. ഇതൊരു കുറേ കഴിയുമ്പോൾ ഒരു വലിയ പ്രശ്നമൊന്നുമില്ലാതെ തേഞ്ഞു മാഞ്ഞു പോകും. ജനങ്ങൾ വിഡ്ഢികളായിരിക്കും. ഈ സർക്കാർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. 3ാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും.